സ്വഹീഹുൽ ബുഖാരി ദർസ് 85 കിതാബുൽ വുദൂ. അടുത്ത അധ്യായം ബാബുൻ അത്തഖ്ഫീഫു ഫിൽ വുദൂ. വുദൂഇന്റെ വിഷയത്തിൽ ലഘുവാക്കൽ, അതായത് ലഘുവായിട്ട് വുദൂ ചെയ്യാൻ. ഹദീസ് നമ്പർ 138. حدثنا علي بن عبد الله قال حدثنا سفيان عن عمرو قال أخبرني قريب عن ابن عباس. ഖുറൈബ് എന്നവർ പറയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവകളിൽ നിന്ന് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമ ഹത്താ നഫഖ, അവിടുന്ന് കൂർക്കം വലിക്കുവോളം ഉറങ്ങി. സുമ്മ സ്വല്ല, എന്നിട്ട് നിസ്കരിച്ചു. റുബമ കാല, ചിലപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇർതജ ഹത്താ നഫ. നാമ എന്നോ ഇർതജ എന്ന വാക്ക്, ഇർതജ പറഞ്ഞാൽ ചെരിഞ്ഞു കിടന്നതാണ്, കൂർക്കം വലിക്കുന്നത് വരെ. സുമ്മ ഖാമ ഫസല്ല, എന്നിട്ട് എണീറ്റ് നിസ്കരിച്ചു. സുമ്മ ഹദസനാ ബിഹി സുഫിയാനു മറത്തൻ ബഅദ മറത്തിൻ അൻ അംറിൻ അൻ ഖുറൈബിൻ അൻ ഇബ്നു അബ്ബാസിൻ ഖാല. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവർ തുടർന്ന് പറയുന്ന ഭാഗം പറയാണ്, ബിത്തു ഇൻദ ഖാലത്തി മൈമൂനത ലൈലതൻ. ഞാൻ എൻ്റെ ഖാലത്ത്, അതായത് അമ്മായി മൈമൂന റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ഒരു രാത്രി പാർത്തു. അവിടെ കിടന്നു ഒരു രാത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ ഖാലത്ത്, അമ്മായിയാണ്. അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. ഫഖാമ, ചില റിപ്പോർട്ടുകളിൽ ഫനാമ എന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ-ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ രാത്രി എണീറ്റു, അല്ലെങ്കിൽ ഉറങ്ങി. ഇവിടെ ഉറങ്ങി എന്നാവാനാണ് സാധ്യത. ഫലമാ കാന ഫീ ബഅദിൽ ലൈലി, അങ്ങനെ രാത്രി കുറെ അങ്ങ് ആയപ്പോൾ, അത് ചില റിപ്പോർട്ടുകളിൽ രാത്രി ഏകദേശം പകുതി ആയപ്പോഴാണ്. ഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റു. ഫതവദ്ദഅ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്തു. മിൻ ഷന്നിൻ മുഅല്ലഖിൻ, കെട്ടിത്തൂക്കിയ ഒരു തോൽപാത്രത്തിൽ നിന്ന്, ആ തോൽപാത്രത്തിലെ വെള്ളത്തിൽ നിന്ന്. വുളൂഅൻ ഖഫീഫ, ലഘുവായ വുളു. ലഘുവായ വുളു എന്നതിനെ ഒരു റിപ്പോർട്ടർ, അമ്രി എന്ന റിപ്പോർട്ടർ, യുഹഫിഫുഹു അല്ലെങ്കിൽ യുഖല്ലിലുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. യുഹഫിഫുഹു, നബി ലഘുവാക്കി അല്ലെങ്കിൽ കുറച്ചാക്കി, എണ്ണം കുറച്ച്. ഇവിടെ പണ്ഡിതന്മാര് വിശദീകരിച്ചതായിട്ട് കാണാം. യുഹഫിഫു, ലഘുവാക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൂടുതലായിട്ട് ഉരക്കാതെ, ഊവിന്റെ അവയവങ്ങൾ ഉരക്കാതെ എന്നർത്ഥം. യുഖല്ലിലു, എണ്ണം കുറക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് കുറവാക്കുക എന്ന് പറഞ്ഞാൽ എണ്ണം കുറവാക്കുക. അതായത് ഓരോ പ്രാവശ്യമായിട്ട് ഇപ്പോൾ കൈ കഴുകുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കഴുകുക, 2 പ്രാവശ്യം കഴുകുക, 3 പ്രാവശ്യം കഴുകുക. 3 പ്രാവശ്യമാണ് ഏറ്റവും അഫ്ളൽ, ശ്രേഷ്ഠകരം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ലഘുവായിട്ട് വുളു എടുത്തപ്പോൾ ഓരോ പ്രാവശ്യം കഴുകി എന്ന അർത്ഥത്തിലാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഖാമ യുസല്ലി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നിസ്കരിച്ചു, നിസ്കാരം തുടങ്ങി. ഫതവദ്ദഅതു നഹ്വൻ ബിമാ തവദ്ദഅ മിമ്മാ തവദ്ദഅ, അപ്പോൾ നബി വുളു എടുത്ത പോലെ ഞാനും വുളു എടുത്തു. സുമ്മ ജീതു, എന്നിട്ട് ഞാൻ ചെന്നു. ഫഖുംതു അൻ യസാരിഹി, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുവശത്ത് നിന്നു. റുബമാ ഖാല സുഫിയാൻ അൻ ശിമാലിഹി, സുഫിയാൻ റഹിമഹുല്ലാഹ്, ഇപ്പൊ ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാരിൽ സുഫിയാൻ എന്നൊരാളുണ്ടല്ലോ, അദ്ദേഹം സുഫിയാൻ ഇബ്നു ഉയൈന, അദ്ദേഹം ഷിമാൽ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. അപ്പൊ യസാർ പറഞ്ഞാൽ ഷിമാൽ പറഞ്ഞാൽ ഇടതുവശം തന്നെയാണ്. ഫഹവ്വലനി, അപ്പോൾ നബി എന്നെ തിരിച്ചു, ഇടതു ഭാഗത്ത് നിന്ന് തിരിച്ചു. ഫജഅലനി അൻ യമീനിഹി, എന്നിട്ട് വലതു ഭാഗത്തേക്കാക്കി. സുമ്മ സ്വല്ല മാഷാ അല്ലാഹ്, പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചത്ര നിസ്കരിച്ചു. റക്കാത്ത് എത്രയാണ് ഈ റിപ്പോർട്ടിൽ ഇല്ല, പക്ഷെ വേറെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സുമ്മ തജഅ, പിന്നെ നബി ചെരിഞ്ഞു കിടന്നു. ഫനാമ ഹത്താ നഫഹ, അങ്ങനെ കൂർക്കം വലിക്കുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങി. സുമ്മ അതാഹുൽ മുനാദി, പിന്നെ മുഅദ്ദിൻ നബിന്റെ അടുത്തേക്ക് വന്നു, സുബ്ഹിന്റെ സമയമായി. ഫആദനഹു ബിസ്സലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുബ്ഹ് നിസ്കാരത്തിന് ടൈമായി എന്ന് അറിയിച്ചു. ഖാമ മഅഹു ഇല സ്വലാ, അപ്പൊ അദ്ദേഹത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിലേക്ക് പുറപ്പെട്ടു, മസ്ജിദിലേക്ക് പുറപ്പെട്ടു. ഫസല്ല, അങ്ങനെ നബി നിസ്കരിച്ചു. വലം യതവല്ല, അപ്പൊ സുബ്ഹിനെ നിസ്കരിച്ചപ്പോൾ വുളു ചെയ്തില്ല, ഉറങ്ങി എണീറ്റിട്ട് പിന്നെ വുളു ചെയ്യാതെ നിസ്കരിച്ചു എന്നർത്ഥം. ഖുൽനാ ലി അംർ, ഞങ്ങൾ അംറിനോട് പറഞ്ഞു. അംർ എന്നവരൊരു താബിയാണ്. അപ്പൊ ഖുൽന എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയുന്നത് പിന്നെ സുഫിയാൻ എന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ടർമാരിലെ. ഇന്ന നാസൻ യഖൂലൂന, നിശ്ചയം ആളുകൾ പറയുന്നു,
ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനാമു ഐനുഹു വലാ യനാമു ഖൽബുഹു. നിശ്ചയം അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുറങ്ങും, കൽബുറങ്ങൂല എന്ന്. ഇത് ജനങ്ങൾ പറയുന്നു എന്നാണ് ഇതിൽ ഉള്ളതെങ്കിലും ഇത് സ്വഹീഹായിട്ട് ഹദീസിൽ നബിവചനമായിട്ട് തന്നെ ഈ ആശയം വന്നിട്ടുണ്ട്. കാല അംർ എന്നിവർ പറയുന്നു, ഉപനിവേദകനാണ്, റിപ്പോർട്ടർമാരിൽ ഒരാളാണ്. സമീഅതു ഉബൈദ ബിൻ ഉമൈർ യഖൂലു, ഉബൈദ് ബിൻ ഉമർ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. റുഇയൽ അംബിയാ വഹ്യുൻ, അംബിയാക്കളുടെ നബിമാരുടെ റുഇയ സ്വപ്നം എന്നത് വഹയാണ്, അത് ദിവ്യബോധനമാണ്. മറ്റുള്ളവരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ദീനിൽ തെളിവല്ല. പക്ഷെ നബിമാരുടെ സ്വപ്നം വഹയാണ്, അത് ഹുജ്ജത്താണ്, തെളിവ് പ്രമാണമാണ്. ഇത് സ്ഥിരപ്പെട്ടതാണ്. ഈ കാര്യം നബിമാരുടെ സ്വപ്നം എന്നത് വഹയാണ് എന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്. സുമ്മഖറ, എന്നിട്ട് അദ്ദേഹം തെളിവായിട്ട് ഈ ആയത്ത് ഓതി. ഏതായത്ത്? സൂറത്തു സ്വാഫാത്തിൽ 102-ാമത്തെ ആയത്ത്. ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, ഇന്നി നിശ്ചയം ഞാൻ, അറാ ഞാൻ കാണുന്നു, ഫിൽ മനാമി സ്വപ്നത്തിൽ, അന്നി നിശ്ചയം ഞാൻ, അദ്ബഹുക നിന്നെ അറുക്കുന്നതായിട്ട്. ഇബ്രാഹിം അലൈഹി സ്വലാമിന് സ്വപ്നത്തിൽ ദർശനമുണ്ടായി. എന്ത്? മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറക്കണമെന്ന്. അപ്പൊ അതൊരു പരീക്ഷണമായിട്ട് ഏർപ്പെടുത്തിയതായിരുന്നു. അവർ ആ പരീക്ഷണത്തിൽ തയ്യാറായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വേണ്ടാന്ന് പറയുകയും ഒരു ആടിനെ പകരം അറക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോ ഇവിടെ സ്വപ്നത്തിലാണത്. ആ സ്വപ്നം നബി കണ്ട സ്വപ്നമാണ്, ഇബ്രാഹിം നബി കണ്ട സ്വപ്നമാണ്. അതുകൊണ്ടത് വഹീന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ വഹയാണ് എന്ന് മനസ്സിലാക്കണം. കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. നബി പത്നിയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാരുടെ അമ്മായിയുമായ മൈമൂന റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിരുന്ന് നിന്നത് രാത്രി. അങ്ങനെ കിടന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പത്നി ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹ അവர்களுം നീളത്തിലും അവർക്ക് കുറുകെ വീതിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവர்களுമാണ് കിടന്നത് എന്ന് റിപ്പോർട്ടിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരുന്നു. മഹറമായ സ്ത്രീയും അവരുടെ ഭർത്താവും കിടക്കുന്നതിനടുത്ത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി കിടക്കുന്നത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ കാര്യത്തിൽ സാഹചര്യമൊക്കെ പരിഗണിക്കണം. സൗകര്യം ഉണ്ടെങ്കിൽ വകതിരിവുള്ള കുട്ടികളെ വേറെ തന്നെ കിടത്തണം. 10 വയസ്സ് കഴിഞ്ഞാൽ മക്കളെ പ്രത്യേകം കിടത്താൻ ഫരീഖു ബൈനഹും ഫിൽ മദാജി എന്നോ പിന്നെ നബി ഹദീസിൽ പറഞ്ഞായിട്ട് കാണാം. അപ്പോൾ പ്രത്യേകം കിടത്താൻ നബി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ലഘുവായ വുളു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അവയവങ്ങൾ കൂടുതലായി ഉരക്കാതെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വീതം കഴുകുക, അതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവിടെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ, ഇതിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ 2 + 2 + 2 + 2 + 2 + 2 എന്ന് പറഞ്ഞാൽ 3 2 ഞാൻ പറഞ്ഞത്. അത് പിന്നെ അല്ല 6 2 പറഞ്ഞു, 6 2 12 12 + 1, അപ്പോൾ ആകെ 13 റക്അത്ത് എന്ന് പരാമർശിച്ചിട്ടുണ്ട് വേറെ റിപ്പോർട്ടിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ രാത്രി നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ലഘുവായിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു എന്ന് സ്വഹീഹായിട്ടുള്ള ഹദീസ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ആ 2 റക്അത്ത് കൂടി ചേർത്തായിരിക്കാം 13 റക്അത്ത്. ഇനി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന വേറെ ചില കാര്യങ്ങൾ, കുടുംബ ബന്ധമുള്ളവരുടെ വീട്ടിൽ വിരുന്നു നിൽക്കൽ വഴി കുടുംബ ബന്ധം ദൃഢപ്പെടുത്തൽ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തികളെ അനുധാവനം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങി എണീറ്റിട്ട് വുളു എടുത്ത് നിസ്കരിക്കുന്നുണ്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അപ്രകാരം ചെയ്തു. തഹജ്ജുദ് നിസ്കാരത്തിൽ ജമാഅത്താകാം എന്ന്, 2 പേർ ചേർന്നാൽ ഒരു ജമാഅത്താകും. ഇവിടെ 2 ആൾ മാത്രമേ ഉള്ളായിരുന്നു. അതേപോലെ പ്രായപൂർത്തിയായ ആളെ കുട്ടിക്ക് നിസ്കാരത്തിൽ തുടരാം. ഒരു മഅ്മൂമേ ഉള്ളുവെങ്കിൽ ഇമാമിന്റെ വലതു ഭാഗത്ത് നിൽക്കണം. ഇടതു ഭാഗത്ത് നിന്ന ഇബ്നു അബ്ബാസ് എന്നവരെ വലതു ഭാഗത്തേക്ക് തിരിച്ചു. വുളുവിന്റെ അവയവങ്ങളിൽ എല്ലായിടത്തും വെള്ളം എത്തുമെങ്കിൽ ഓരോ പ്രാവശ്യം മാത്രം അവയവങ്ങൾ കഴുകിയാൽ വുളു സ്വഹീഹാകും. പക്ഷെ പൂർണ്ണമായ വുളു എന്ന് പറയുന്നത് അല്ലെങ്കിൽ വുളുവിന്റെ സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ടാകുമ്പോൾ 3 പ്രാവശ്യം കഴുകൽ സുന്നത്തുണ്ട് ഓരോ അവയവം. നിസ്കാരത്തിൽ അത്യാവശ്യമെങ്കിൽ മഅ്മൂമിനോട് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആംഗ്യം വഴി പറഞ്ഞു കൊടുക്കാം. നാവുകൊണ്ട് ഉച്ചരിക്കാൻ പറ്റില്ല. പിന്നെ വിശ്വാസം ആംഗ്യം പിന്നെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് വലതു ഭാഗത്തേക്ക് നിർത്തുക ചെയ്ത്. അതുപോലെ നഫ്ൽ നിസ്കരിച്ച വുളു കൊണ്ട് തന്നെ ഫർദ് നിസ്കരിക്കാം, വുളു ഉണ്ടെങ്കിൽ, മുറിഞ്ഞിട്ടില്ലെങ്കിൽ. പക്ഷെ പുതുക്കൽ സുന്നത്താണ്. തഹജ്ജുദിന് ശേഷം ചെരിഞ്ഞു കടന്ന് ലഘുവായ എന്ന് പറഞ്ഞാൽ സുന്നത്തുണ്ട്. എന്നാൽ സുബ്ഹി നിസ്കാരം ജമാഅത്ത് പോകുന്നു ഭയപ്പെടുമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ നബിമാരുടെ സ്വപ്നങ്ങളൊക്കെ വഹയാണ്, ദിവ്യ വെളിപാടാണ് എന്ന കാര്യം സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ ഹൃദയം
ഉറങ്ങില്ല, കണ്ണുകൾ ഉറങ്ങുന്നുള്ളൂ നബിമാരുടെ. അതുകൊണ്ട് തന്നെ വഹി വന്നാൽ അവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഉറങ്ങുന്നത് പോലെയല്ല നബിമാരുടെ ഉറക്കം. അതേപോലെ നബിമാരുടെ അല്ലാത്തവരുടെ സ്വപ്നങ്ങൾ ദീനിൽ തെളിവായിട്ടെടുക്കാൻ പറ്റില്ല. പല വിദാത്തുകൾക്കും ഷിർക്കുകൾക്കും ഒക്കെ തെളിവായിട്ട് പറയാറ് സ്വപ്നകഥകളാണ്. അത് ആരെങ്കിലും കണ്ട സ്വപ്നങ്ങളാണ് പലപ്പോഴും തെളിവായി ചിത്രിക്കാറുള്ളത്. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാം. ഇവിടെ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ മറ്റൊരിടത്ത് വന്ന ഒരു റിപ്പോർട്ട് കൂടി കാണാം. حدثنا عبد الله بن مسلمة عن مالك بن أنس عن مخرمة بن سليمان عن قريب أن ابن عباس أخبره. ഖുറൈബ് എന്നവരിൽ നിന്നുള്ള നിവേദനം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അന്നഹു ബാത ഇൻദ മൈമൂനത, അദ്ദേഹം മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രാപാർത്തു. വഹിയ ഖാലത്തുഹു, അവർ അദ്ദേഹത്തിന്റെ ഖാലത്ത് അമ്മായിയാണ്. ഫി അർളി വിസാദത്തിൻ, എന്നിട്ട് ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് പറയാണ്, അപ്പോൾ ഞാൻ വിരിപ്പിന്റെ തിരശ്ചീനമായിട്ട്, അതായത് വീതിയിൽ കിടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്ലുഹു ഫി തൂരിഹ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അഹ്ല്, അതായത് മൈമൂന റളിയല്ലാഹു അൻഹ ഭാര്യയും നീളത്തിലും കടന്നു. ഫനാമ, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി. ഹത്തൻ തസഫൽ ലൈൽ ഔ ഖരീബൻ മിൻഹു, രാത്രി പകുതിയാവുകയാണ് അല്ലെങ്കിൽ ഏകദേശം പകുതിയാവുകയാണ്. ഫസ്തൈഖള, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. യംസഹുൻ നൗമ, ഉറക്കം തുടച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അൻ വജ്ഹിഹി, അവിടുത്തെ മുഖത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കൈകൾ കൊണ്ട് മുഖം തടവി നർത്തം. സുമ്മ ഖറ അശറ ആയാത്തിൻ മിൻ ആലി ഇമ്രാൻ, എന്നിട്ട് ആലി ഇമ്രാൻ സൂറത്തിലെ അവസാനത്തെ 10 ആയത്തുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, അവസാനത്തെ 10 ആയത്തുകൾ. സുമ്മ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ശന്നിൻ മുഅല്ലഖത്തിൻ, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തൂക്കിയിട്ട തോൽപാത്രത്തിന്റെ അടുത്തേക്ക് പോയിട്ട് എണീറ്റ് വന്നു. എന്നിട്ട് നബി വുദൂ ചെയ്തു. നബി നന്നായിട്ട് വുദൂ ചെയ്തു. സുമ്മ ഖാമ യുസല്ലി, എന്നിട്ട് നബി നിസ്കരിക്കാൻ തുടങ്ങി. ഫസനഅതു മിസ്ലഹു, ഞാനും അപ്രകാരം നബി ചെയ്ത പ്രകാരം ചെയ്തു. ഫഖുംതു ഇലാ ജംബിഹി, അങ്ങനെ ഞാൻ നബിയുടെ പാർശ്വഭാഗത്ത് ചാരത്ത് വന്ന് നിന്നു നിസ്കരിക്കാൻ വേണ്ടി. ഫവദഅ യദഹു അൽ യുംന അലാ റഅസി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലത് കൈയിന്റെ തലയിൽ വെച്ചു. അഖദ ബിഉദ്നി യഫ്തിലുഹ, എന്നിട്ട് ചെവിക്ക് പിടിച്ചിട്ട് എന്നെ അവിടുന്ന് തിരിച്ചു എന്ന് പറഞ്ഞാല് വലത് ഈ ഇടത് ഭാഗത്തല്ലേ വന്ന് നിന്നത്. അപ്പോ ഇടത് ഭാഗത്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആളുകൾ വന്നതെന്ന് വേറെ റിപ്പോർട്ടിൽ കാണാം. അപ്പോൾ വലത് ഭാഗത്തേക്ക് നബി തിരിച്ചു, അതിനാണ് ചെവിക്ക് പിടിച്ചത്. സുമ്മ സ്വല്ല റകഅത്തൈനി, എന്നിട്ട് നബി എന്ത് ചെയ്തു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാണല്ലോ, ആ നിസ്കരിച്ചത് എത്ര റകഅത്ത് എന്ന് പറയുന്നത്, നബി 2 റകഅത്ത് നിസ്കരിച്ചു. സുമ്മ റകഅത്തൈനി, പിന്നെയും 2 റകഅത്ത്, 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 6 2 12 ആയി. സുമ്മ ഔതറ, പിന്നെ നബി 1 റകഅത്ത് വിത്ർ നിസ്കരിച്ചു, വിത്റാക്കി. സുമ്മ ഹത്താ ജാഅഹുൽ മുഅദ്ദിൻ, പിന്നെ മുഅദ്ദിൻ വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരിഞ്ഞു കിടന്നു. ഫഖാമ, അപ്പോൾ നബി എണീറ്റു മുഅദ്ദിൻ വന്നപ്പോൾ. സ്വല്ലാ റകഅത്തൈനി, അങ്ങനെ നബി 2 റകഅത്ത് കൂടെ നിസ്കരിച്ചു, അത് സുബ്ഹിയുടെ മുമ്പുള്ള 2 റകഅത്ത്. സുമ്മ ഖറജ, അങ്ങനെ നബി പുറപ്പെട്ടു മസ്ജിദിലേക്ക്. ഫസല്ല അസ്സുബ്ഹ, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കരിച്ചു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.